നമസ്കാരം. ന്യൂസ് സമനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബിഗ് ബോസ് എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടി ഇന്നലെ തീർന്നിരിക്കുകയാണ്. ജനങ്ങളെ വെറും വിഡ്ഢികളാക്കിയ ആ തട്ടിപ്പ് പരിപാടിക്ക് എത്ര പേർ സപ്പോർട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ. ശരിക്കും PR വർക്കിലൂടെ ആണ് അനുമോൾ ഇന്നലെ ആ കപ്പ് നേടിയെടുത്തത്. അതെല്ലാവർക്കും അറിയാം. സത്യസന്ധമായിട്ട് കിട്ടിയാൽ അത് കിട്ടേണ്ടത് അനീഷിന് തന്നെയാണ്. സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്ന അനീഷിന് അതിനുള്ള ഇതുമുണ്ട്. ഈ PR വർക്ക് എന്ന് പറയുമ്പം രേണുസുതിയെ PR വർക്കിൻ്റെ പേര് ലാലേട്ടൻ എടുത്ത് ചാടിച്ചില്ലേ? അപ്പോൾ രേണുസുതിയും ഈ അനുമോളും രണ്ട് തട്ടിലാണോ ഉള്ളതെന്നൂടെ പറയുവാണെങ്കിൽ നല്ലതായിരുന്നു. രേണുസുതി PR വർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ലാലേട്ടൻ ചാടിക്കുന്നൊരു ഭാഗം ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ അനുമോള് എത്രയോ പ്രാവശ്യം വെളിയിൽ പോകേണ്ടതായിരുന്നു. നെവിനെ എന്തേരെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. എങ്കിലും കൊടുത്തത് അവസാനം അവർക്ക്. സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ അനീഷിന് മാത്രമാണ് അത് കിട്ടാനുള്ള എല്ലാ യോഗ്യതയും. അനീഷിനെ വെറും കടലാസിൻ്റെ വില പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മഹാനായ ലാൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത പണി. ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും വോട്ടിൻ്റെ രീതിയിലാണ് അത് വരുന്നത്. വോട്ടിംഗ് പാറ്റേണല്ല വരുന്നത്. അപ്പോൾ വോട്ടിംഗ് പാറ്റേൺ ആണെങ്കിൽ നമുക്കിതിനുള്ള എവിഡൻസ് നമുക്ക് കൊടുക്കാമല്ലോ. PR വർക്ക് ഇവിടെ നടന്നിരിക്കുന്നതിൻ്റെ എവിഡൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അനുമോളുടെ പേരിൽ ഇവിടെ PR വർക്ക് നടന്നിട്ടുണ്ട്. അതിനുള്ള എവിഡൻസ് ഇവിടെ നമുക്ക് കൊടുക്കാനുമുണ്ട്. അങ്ങനെയാണ് ഈ കപ്പ് നിങ്ങൾ തിരിച്ചെടുക്കുമോ മിസ്റ്റർ മോഹൻലാൽ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്.